ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ എല്ലാവരും എന്നാ പരിപാടി? എനിക്കും രാവിലെ ഇന്ന് വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് എനിക്ക് ഭയങ്കര പണിയും തിരക്കും ഒക്കെയാണ്. അതിനിടയ്ക്ക് ഇപ്പം രാവിലെ അവനോട് ഇതാ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെടാന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എന്നെ കുഞ്ഞാവ് ചിരിച്ച് കാണിക്കുന്നുണ്ടോ? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെടാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു അവൻ വിജയലക്ഷ്മിയുടെ പരിപാടിക്ക് പോകണം, അവിടെ എന്തോ സ്റ്റേജ് കെട്ടാനോ പരിപാടിയൊക്കെ ഉണ്ട്. അവൻ അങ്ങനെ അങ്ങോട്ടൊക്കെ പോയി. എന്നാൽ ദേവുവിന് എന്നാൽ എനിക്കും ദേവുവിന് മതിയല്ലോ കഴിക്കാനെന്ന് വിചാരിച്ചു പെട്ടെന്ന് ഞാൻ എടുത്തു മാവിരുന്നെടുത്ത് ദോശ ഉണ്ടാക്കി മുളക് ചാലിച്ചു. ഇന്നിപ്പം ഞങ്ങൾ ഇതേ ഉള്ളൂ കഴിക്കാനായിട്ട് രാവിലെ ഉണ്ടാക്കുന്നു. അന്നേരം നേരം അവൻ ഇപ്പം വിളിച്ചേക്കുന്നു, അമ്മയെ പട്ടി കഴിച്ചു കേട്ടാൽ നേരമില്ല, അമ്മ അവർക്ക് തീറ്റി കൊടുക്കണേന്ന് പറഞ്ഞുകൊണ്ട്. അതിന് ഞാനെന്നാൽ അവർക്കും കൂടെ കൊണ്ടുവന്ന് തീറ്റി അങ്ങ് കൊടുത്തേക്കാം. അവർക്കുള്ള എടുത്ത് വെച്ചിട്ടുണ്ട്, അവർക്ക് കൂടെ കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ. അവർക്ക് കുറച്ച് ദോശ കുറച്ച് ചോറെല്ലാം കൂടെ കൊണ്ട് കൊടുക്കാൻ പോവാം. ഞാൻ എൻ്റെ പുണ്ടാലിയുടെ ചിരി കണ്ടോ? ഞാൻ പോകാൻ വേണ്ടി തേട്ട ഒരുങ്ങി നിൽക്കുവാണ്. ഇനിയിപ്പം അമ്മ പട്ടിക്ക് തീറ്റ കൊടുത്തിട്ട് തിരിച്ചു വന്ന് ഇവനെ എടുത്ത് കഴിയുമ്പോൾ ഞാനും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങും. അപ്പം അമ്മ പട്ടിക്ക് തീറ്റ കൊടുക്കുന്നത് കാണിക്കാം. 3 പേരുണ്ട്. 3 പേരുടെയും കൂടെ അയക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതായത് അവർക്ക് കുറച്ച് തീറ്റി കൊടുക്കുകയാണെങ്കിൽ അവൻ മരുന്നിനം വരെ ഒന്നും മേടില്ലാതെ നിൽക്കുമല്ലോ, അതിനാണേ. ഞാൻ താഴോട്ടിറങ്ങിയപ്പോൾ എന്നെ കാണുമ്പോൾ കുര തുടങ്ങുവേ. സാമ്പോച്ചന് കൊടുത്തു. എന്നെ കണ്ട അവൻ പോയി. റാണിപ്പെണ്ണ് ജാക്കിക്കൂട്ടൻ. ജാക്കി ഓൾറെഡി കൂടൊക്കെ പൊളിച്ചു വെച്ചേക്കുക. കുറച്ച് കഴിയുമ്പോൾ അമ്മ ഒന്ന് ചോറും കൂടെ കൊടുക്കും അല്ലേ അമ്മ? ഇപ്പം ഇവിടെ പോകുന്നതിന് മുന്നേ എന്നാന്ന് പറയാം, കുറച്ച് നേരം അതുങ്ങളൊന്ന് കുറയ്ക്കാൻ നിൽക്കണം, അല്ലെങ്കിൽ എന്നും അഴിച്ചു വിടുന്ന നേരമായി. അവൻ അഴിച്ചു വിടാനില്ല. ഇന്ന് ഇവന്മാരെ ഇത് കൊടുത്ത് ഇവിടെ മരിച്ചിട്ട് വേണം. എൻ്റെ കുഞ്ഞു ഞെട്ടിപ്പോയി. കുഞ്ഞാവ ഞെട്ടുവാ, കുഞ്ഞാവയും കൊണ്ട് വേണം ഞാൻ എല്ലാം ചെയ്യാനായിട്ട്. ഇപ്പം ദേവു ഇപ്പം പോകാൻ പോവാം. പിന്നെ ഇപ്പോൾ ഉച്ചയ്ക്കേ ദേവു വരത്തുള്ളൂ. ദേവും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും കൊച്ചും കൂടെ ഉള്ള യുദ്ധമാണ്. ഇവൻ ഇന്ന് ഇത്ര നേരമായിട്ട് ഉറങ്ങിയിട്ടില്ലേ. ഇവനെ കുളിപ്പിച്ച് ഇവനെ ഉറക്കണം, എന്നിട്ട് വേണം ബാക്കി ഉച്ചയ്ക്കത്തേനുള്ള പരിപാടികളെല്ലാം ചെയ്യാനായിട്ട്. ഒരുപാട് പണികളുണ്ട് എനിക്ക്. അതുകൊണ്ട് ദേവു ഇപ്പം പോകാൻ പോവാണേ. അപ്പം ഞാൻ പോയിട്ട് വരാം. അമ്മയും കുഞ്ഞും കൂടെ തന്നെ ഇവിടെ യുദ്ധമൊക്കെ നടത്ത്. ഞങ്ങൾ വലിയ യുദ്ധം ചെയ്യും, ഞാനും കുഞ്ഞും അവൻ കൂടെ. നീ പോയിട്ട് ഉച്ചയാകുമ്പോഴത്തേനെങ്കിൽ വന്ന എളുപ്പം വരണേ. ഉച്ചയ്ക്ക് ഒത്തിരി താമസിക്കല്ലേ. അതുകൊണ്ടെന്നാ പോക്കൂ. പോയിട്ട് വരാം. പോയിട്ട് വാ. അയ്യോ ഗവമ്മ പോയേ. ഈ പൊന്നാരി ഞാനും മാത്രമേ ഉള്ളേ.